നമോ ബുദ്ധായ. എല്ലാവർക്കും റാൾസിഗ്മ ബോധിസത്വനിലേക്ക് സ്വാഗതം. എങ്ങനെയാണോ സൂര്യൻ ഉദിക്കുന്നത്, എങ്ങനെയാണോ ഈ ഒരു സൂര്യൻ പ്രപഞ്ചത്തിന് ഊർജവും അതേസമയം വെളിച്ചവും പകരുന്നത്, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധബോധം അവനവൻ്റെ ശരീരത്തിനും വാക്കിനും മനസ്സിനും പ്രചോദനമായി മാറട്ടെ. ഏറ്റവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ടാരറ്റ് റീഡിംഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ടാരറ്റ് ഗൈഡൻസ് എന്ന് പറയുന്നത്, ഇത് ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക്, അതും അല്ലെങ്കിൽ ഒരു ലവ് റിലേഷനിലേക്ക് പോകുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻലി ഇത് ഓറിയൻറ്റ് ചെയ്യുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത് കാണുന്ന പലർക്കും ഇപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ജേണി നിങ്ങൾ ശരിയായ വ്യക്തിയുടെ കൂടെയാണോ പോകുന്നത് എന്ന കൺഫ്യൂഷൻസ് നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ജേണി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണോ, സോൾമേറ്റ് ആണോ, ഇനി കാർമിക് ആണോ എന്ന് പോലും അറിയാൻ പാടില്ലാത്തതായിരിക്കാം. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു ജനറൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് നിങ്ങൾ പറ്റുന്നത്രയും ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പറ്റുന്നത്രയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. സോ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം മാത്രം ഇതിൽ നിങ്ങൾ ആക്സസ് ചെയ്യുക. കാരണം ഇതിൽ ഒരുപാട് പേരുടെ എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു മെയിലായാലും ഫീമെയിൽ ആയാലും മറ്റേതെങ്കിലും ജെൻഡറിലായാലും ഈ റീഡിങ് നിങ്ങൾക്ക് ആക്സസിബിൾ ആവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളിത് കാണുന്നോ അപ്പോഴൊക്കെയും ഇത് വാലിഡ് ആവുന്നതാണ്. ഓക്കെ, മാത്രമല്ല പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യേണ്ടതാണ്. രാത്രി സമയങ്ങളിലായിരിക്കും അധികം റീഡിംഗ് ഉണ്ടാവുക. പകൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മണിക്കാണ് അധികവും പേഴ്സണൽ റീഡിംഗ് പകലെടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഒരു അല്പസമയത്തേക്ക് നിങ്ങളൊരു മെഡിറ്റേഷനിലേക്ക് പോകേണ്ടതാണ്. കാരണം അത് നിങ്ങളുടെ എനർജി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ അലൈൻ ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ എനർജിയുമായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു റീഡിങ്ങിന് നിങ്ങൾ ഇരിക്കേണ്ടതാണ്. ഓക്കെ, സോ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. സോ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഫസ്റ്റ് ഡെക്ക് നമുക്ക് ഷഫിൾ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഓം താരേ തുത്താരേ തുരേ സ്വാഹ, 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 ഓം താരേ തുത്താരേ തുരേ സ്വാഹ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു നെഗറ്റീവ് കാർഡാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ എനർജീസ് വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു റീഡിങ് കാണുന്ന പലരും ട്വിൻ ഫ്ലെയിം ജേണിയിൽ സഞ്ചരിക്കുന്നവർ തന്നെയാണ് എന്ന് തന്നെ ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ പലരും ട്വിൻ ഫ്ലെയിം ജേണിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു കയ്പുള്ള അനുഭവം കൊണ്ട്, അതും അല്ലെങ്കിൽ ഈ ഒരു ജേണിയിലൂടെ നിങ്ങൾക്ക് പലർക്കും വളരെയധികം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി, ഹീലിംഗ് എനർജി അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഈ ഒരു ട്വിൻ ഫ്ലെയിമിനെ കൊണ്ടുവരിക എന്നുള്ളത് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും. ഉറപ്പായിട്ടും നിങ്ങളതവിടെ സ്റ്റോപ്പ് ചെയ്ത്, പലരും ഈ ഒരു ജേണിയെ തന്നെ നെഗറ്റീവായിട്ട് കാണുന്ന ലെവലിലാണ് ഇപ്പം കാര്യങ്ങൾ വന്നിട്ടുള്ളത്.
അതും അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജേണിയുടെ അവസ്ഥ എന്താണ്, ഇതിൽ നിന്നും എക്സിറ്റ് അടിക്കാന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ വേണ്ടുന്ന രീതിയിലുള്ളൊരു ഗൗരവം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണിക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഡ്രോബാക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു ജേണിയെ തിരിച്ചറിഞ്ഞ നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രയധികം ഹയർ സെൽഫിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ജേണിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഓൾറെഡി അറിഞ്ഞവർ പോലും ഇവിടെയുണ്ട്. അങ്ങനെയൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ഇവിടെ നിങ്ങളുടെ എനർജിയെ പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജി കൂടിയാണ്. ഇത് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഡിവൈൻ ഫെമിനിൻസ് ആണ്. അപ്പോൾ ഡിവൈൻ മസ്കുലിനായിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എനർജി ഇവിടെ ശരിക്കും ആവശ്യമാണ്. കാരണം അവർ നിങ്ങളുടെ എനർജി ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയറോ ഹീലിങ്ങോ ഇല്ലാതെ വളരെയധികം സഫറിങ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ട്വിൻ ഫ്ലെയിം എനർജിയെ സഫർ ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ സഫർ ചെയ്യുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ലിബറേഷൻ അവിടെ പോസിബിൾ അല്ല. ഓക്കെ, അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം ആ വ്യക്തി അവിടെ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുകയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് അത്രയും പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും അവർ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ ഒരു വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടാകാം, യാതൊരു കാരണവുമില്ലാതെ. എന്തൊക്കെ മെഡിറ്റേഷനും കാര്യം ചെയ്തിട്ടും പലപ്പോഴും റെസ്റ്റ്ലെസ്നെസ്സും അതുപോലെ ഒരു തരം അസ്വസ്ഥതകളും പുകച്ചലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. ഇതൊക്കെയും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അവിടുന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ കാരണമാണ്. താരേ തുത്താരേ തുരേ സ്വാഹം, താരേ തുത്താരേ തുരേ സ്വാഹം, താരേ തുത്താരേ തുരേ സ്വാഹം. ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഓർക്കുക, ഡെത്ത് കാർഡ് എന്ന് പറയുന്ന സമയത്ത് പലരും ഇത് ബാഹ്യമായിട്ടുള്ള മരണമാണെന്നോ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ബാഹ്യമായിട്ടുള്ള ഒരു മരണത്തോട്, അങ്ങനെ ഒരു സിറ്റുവേഷനോട് ഈ ഒരു നിമിഷത്തെ നിങ്ങളുടെ എനർജി പോകുന്നുണ്ട്. അത് ചിലപ്പം ആരോഗ്യം ഇല്ലായ്മയാവാം, അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം. പിന്നെ ഒന്ന്, ഇവിടെ ഒരു ഡെത്ത് അനിവാര്യമാണെന്നും കൂടെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ എനർജി വളരെയധികം ഈ ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും അകന്ന് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അങ്ങനെ ഒരു അകൽച്ച വരാൻ പോലും കാരണമായിരിക്കുന്ന നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ്. പിന്നെ ഇതിൽ പലരുടെ എനർജി, ഇതിപ്പം ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ട്വിൻ ഫ്ലെയിം ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ളൊരു കാത്തിരിപ്പ് എൻഡ് ആവാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെ എൻഡ് ആവാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേസമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നു. അവരും ഈ ജേണിയിലാന്നുള്ള തിരിച്ചറിവിലേക്കാണ് അവരെത്തിക്കൊണ്ടിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അതും റിവേഴ്സ് ആയിട്ടാണ് ഈ ഒരു കാർഡ് കാണുന്നത്. ഈ ഒരു റിവേഴ്സ് കാർഡിലേക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ അതൊരു വലിയൊരു ഇന്നർ ഗൈഡൻസിൻ്റെയും കാർഡ്, ഇൻഡ്യൂഷൻ്റെ കാർഡാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും നിങ്ങൾ സംശയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ കണ്ടിട്ടും ഈ ജേണിയിൽ നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരുടെ തിരിച്ചു വരവിൽ പോലും നിങ്ങൾ വിശ്വാസം കൊടുക്കുന്നില്ല. പലപ്പോഴായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അവർ നിങ്ങളെ മനസ്സിലാക്കാനും, അതുപോലെ നിങ്ങൾ അവരുമായിട്ടുള്ളൊരു ബാഹ്യമായിട്ടുള്ള യൂണിയൻ കൂടി ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും അത് ഇതുവരെയായിട്ടും പോസിബിൾ ആവാത്തത് കൊണ്ട് ഒരുപാട് തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ പോലും, സെൽഫ് ലവ് ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഒന്നാമത് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യാതൊരു പ്രതീക്ഷയുമില്ല. സെയിം ടൈം ഈ ഒരു ജേണിയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് വീണ്ടെടുക്കണം. കാരണം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി പോലും ഇപ്പം വളരെയധികം മോശമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനൊരു സിറ്റുവേഷനിൽ വന്നതുപോലും നിങ്ങൾ വേണ്ടത്ര
എഫേർട്ട് ഇവിടെ കൊടുക്കാത്തത് കൊണ്ടാണ്. ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഒരിക്കലും ബാഹ്യമായിട്ടുള്ള ഒരു ജേണി മാത്രം ആവണം എന്നില്ല. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ബാഹ്യതയെക്കാളും കൂടുതൽ വേണ്ടത് നിങ്ങൾ ആന്തരികമായിട്ടുള്ള റിയൂണിയൻ അവിടെ സംഭവിച്ചിരിക്കണം. അവിടെ ഇന്നർ യൂണിയൻ സംഭവിച്ചാൽ മാത്രമേ ഇവിടെ ഒരു പൂർത്തീകരണം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും, ഇപ്പം മേ ബി നിങ്ങൾ പുറമേയുള്ള യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ അത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നർ യൂണിയൻ സംഭവിച്ചിരിക്കണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജേണിയിൽ സമ്പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫിലും ആത്മവിശ്വാസം കാണിക്കണം. പക്ഷേ അതിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ടൈം ടു ഹെൽപ്പ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കാർഡ് വന്നേക്കുന്നത്, ഈ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു ജനറസിറ്റിയാണ് കാണിക്കുന്നത്. അതായത് സമയം സ്പെൻഡ് ചെയ്യലാണ് കാണിക്കുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? ഒരിക്കലും പുറമേ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ സ്പിരിറ്റ്, അല്ലെങ്കിൽ ബോഡി, സ്പീച്ച് ആൻഡ് മൈൻഡ്, നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ വാക്കിനും മനസ്സിനും ആത്മാവിനും വേണ്ടിയിട്ടായിരിക്കണം ഇനിയുള്ള സമയങ്ങൾ മാറ്റിവെക്കേണ്ടത്. കാരണം സെൽഫ് ലവിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ആ ട്വിൻ ഫ്ലെയിം, ഇപ്പം ബ്രോക്കണായി കിടക്കുന്ന ആ ഒരു വ്യക്തി, അവരും ഇവിടെ ഹീലായി മാറുന്നതാണ് പറയുന്നത്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ജനറസിറ്റി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത്. തുത്താരേ തുരി സ്വഹം താരേ തുത്താരേ തുരി സ്വഹം. സോ ദ ഹാങ്ഡ് മാൻ കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു സറണ്ടറിങ് കാർഡാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിവേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിപ്പം ഡിവൈനിൽ നിന്ന് പോലും അകന്ന് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഡിവൈൻ സെൽഫ് അല്ലെങ്കിൽ ഹയർ സെൽഫിൽ സറണ്ടർ ചെയ്യേണ്ട ഒരു സമയമാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി ഏതാണോ, ഡിവൈൻ ഹയർ സോഴ്സ് ഏതാണോ, ആ ഹയർ സോഴ്സിൽ സറണ്ടർ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷേ കുറേ പ്രോബ്ലംസ് നിങ്ങൾ നേരിട്ടത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്നെല്ലാം അകന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നും സോൾവ് ആവാൻ പോകുന്നില്ല. ബിക്കോസ് നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അതെല്ലാം ഈ ഒരു ജേണിയുടെ ഭാഗമാണ്. ഒരു ട്വിൻ ഫ്ലെയിം ജേണി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യവുമാണ്. നിങ്ങൾ അങ്ങനെ ഒരു ജേണിയിലാണെങ്കിൽ ഏറ്റവും വലിയൊരു ദൗത്യത്തിലാണ് നിങ്ങളുള്ളത്. ഓക്കെ, സോ ആ ജേണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആവുമെന്നാണ് വിചാരിച്ചേക്കുന്നതെങ്കിൽ തെറ്റാണ്. ബിക്കോസ് ഇവിടെ ഇതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. നിങ്ങൾ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, അതായത് കാലരാത്രി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉറപ്പായിട്ടും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അനുഭവിച്ചത് ഒരു കാരണവശാലും നിങ്ങളിപ്പം കാണുന്നത് പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാനല്ല, പകരം കൂടുതൽ വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏതൊരു സംഘർഷങ്ങൾക്ക് ശേഷവും നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു പ്രഭാതം ഉണ്ടാവും. രാത്രി കഴിയുമ്പോൾ എങ്ങനെയാണോ നല്ലൊരു പകലുണ്ടാവുന്നത് അതുപോലെ. ഓക്കെ, കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ അർഹിക്കപ്പെട്ടിട്ടുള്ള ജസ്റ്റിസ്, അതായത് ഈ ഒരു ജേണിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഉള്ളൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ഇപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗുരുവിൻ്റെ ശിക്ഷണത്തിലൂടെ, ഇവിടെ ഗുരു എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഇന്നർ ഗൈഡിനെ തന്നെയാണ്. സോ ആ ഒരു ഇന്നർ ഗൈഡിൽ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ലൈഫ് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അതും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം ഇതിൽ പല ആൾക്കാരും യൂണിയൻ ആയതിനു ശേഷം പിരിഞ്ഞു പോയവരാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഒരു റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ,
സോ ഫൈനൽ കാർഡ് ഏതാണെന്ന് നോക്കാം. മൂൺ കാർഡാണ്. ഡിവൈൻ ഫെമിനിൻസിനുള്ള കാർഡാണിത്. അതായത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഡിവൈൻ ഫെമിനിൻ എനർജി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണിത്. മാത്രമല്ല ആ ഒരു എനർജിയോട് നീതി പുലർത്തേണ്ട സമയമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗോഡസ് മെഡിറ്റേഷൻ ചെയ്യാം, സെൽഫ് ലവ് മെഡിറ്റേഷൻ ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ഷൈൻ ചെയ്യാം. എല്ലാത്തിലും ഉപരി നിങ്ങൾ ആത്മവിശ്വാസത്തെയാണ് വീണ്ടെടുക്കേണ്ടത്. എന്നിട്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ. സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് നിങ്ങളുടെ ബോട്ടം ഓഫ് ദ ഡെക്കാണ്. അതായത് ഈ ഒരു ടഫ് സൈക്കിളിന് എൻഡ് സംഭവിക്കാൻ പോവുകയാണ്. മാത്രമല്ല വലിയൊരു ചേഞ്ച് നിങ്ങളെ തേടി എത്താൻ പോവുകയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. അത്രത്തോളം വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. സോ ആ ചേഞ്ചിനെ നിങ്ങൾ വരവേൽക്കണം. അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവണം. നിങ്ങളുടെ എല്ലാം, അതായത് ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ. സോ ബോധിസത്വന്മാരുടെ അടുക്കുന്നുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ബോധിസത്വന്മാരും ഹയർ സോൾസും തരുന്ന മെസ്സേജ് എന്താണെന്നും കൂടെ ഇവിടെ നോക്കാവുന്നതാണ്. അത് ചെക്ക് ചെയ്യാം. ഓം താരേ തുത്താരേ തുരേ സ്വാഹ, ഓം താരേ തുത്താരേ തുരേ സ്വാഹ, ഓം താരേ തുത്താരേ തുരേ സ്വാഹ. വൈറ്റ് ഡാഗിനിയാണ് വന്നിട്ടുള്ളത്. റീപ്ലേസ് ഇഗ്നോറൻസ് ബൈ സ്റ്റഡിയിങ് സ്പിരിച്വൽ ടീച്ചിങ്സ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ടീച്ചിങ്സ് എടുക്കുക എന്നുള്ളതാണ്. അതായത് പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന് സ്യൂട്ടാവുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് ഏതാണോ അത് സ്വയം മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് കാർഡ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ബോധിസത്വം വന്നിട്ടുള്ളത് ശ്രീയന്ത്രമാണ്. വെൻ ഫീലിംഗ് ഡിസ്ഹേർട്ടൺ സ്റ്റോപ്പ് ആൻഡ് വാച്ച് എ ചൈൽഡ് അറ്റ് പ്ലേ. അതായത് നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കുക, അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് എത്തുക എന്നാണ് ശ്രീയന്ത്രം പറയുന്നത്. സോ നെക്സ്റ്റ് കാർഡ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ബോധിസത്വൻ ഏതാണെന്ന്. പ്രിൻസസ് മന്ദാരവയാണ് വന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് വൈഫ് ടു പത്മസംഭവ. അതായത് ഗുരു പത്മസംഭവൻ്റെ ട്വിൻ ഫ്ലെയിമാണ് പ്രിൻസസ് മന്ദാരവ. സംടൈംസ് ലവ് ചേഞ്ചസ് ദ കോഴ്സ് ഓഫ് എ ലൈഫ്. അതായത് ഇവിടെ നിങ്ങൾ സ്നേഹം തന്നെയാണ് കാണിക്കേണ്ടത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എന്തായാലും അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. പകരം എല്ലാം കൂടി വിലയിരുത്തി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. ബിക്കോസ് നിങ്ങളൊരു ബാഡ് സിറ്റുവേഷനിലൂടെ പോയി കഴിഞ്ഞാലും ഗുഡ് സിറ്റുവേഷനിലൂടെ പോയി കഴിഞ്ഞാലും ഇതെല്ലാം നിങ്ങളൊരു അഡമൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വജ്ര ബീങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോയതിൻ്റെ വിസ്ഡവും നിങ്ങൾക്കുണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങളെ പിന്തിരിപ്പിക്കാനും ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ ഇവിടുന്ന് നിങ്ങൾ പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെയും വെറുതെയാവും. സോ തിരിച്ചു വരിക. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എനർജി കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് എനർജി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. ബിക്കോസ് അവർ നിങ്ങളെക്കാളും ലോ ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർ നിങ്ങളുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഓക്കെ. സോ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് അവരുടെ ഡിവൈൻ ഫെമിനിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ മസ്കുലിൻ നിങ്ങളുടെ കടമയാണ്. ഓക്കെ. സോ നെക്സ്റ്റ് റീഡിംഗ് ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.